പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളിലേക്ക് പോവാണ്. നമുക്കറിയാവുന്ന പോലെ ഈ പാലോട് രവി അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണം പുറത്തു വരുന്നു. പിന്നീട് ഈ താൻ പറയാത്ത കാര്യങ്ങളൊക്കെ അത് തെറ്റായ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് അദ്ദേഹം സതുദ്ദേശത്തോടെ താൻ നടത്തിയ ഒരു ഫോൺ സംഭാഷണമാണ് എന്നൊക്കെ പാലോട് രവി പറയാൻ ശ്രമിച്ചു. പക്ഷേ നേതൃത്വം രാജി വാങ്ങുമായിരുന്നു അദ്ദേഹത്തിൻ്റെ. പിന്നീട് താൽക്കാലിക അധ്യക്ഷനായി എൻ ശക്തനെ നിയമിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ വാർത്ത എന്ന് പറയുന്നത് ഈ എൻ ശക്തൻ ഇന്ന് ചുമതലയേൽക്കും. തിരുവനന്തപുരം DCCയുടെ അധ്യക്ഷനായി ഇന്ന് അദ്ദേഹം താൽക്കാലികമായി ചുമതല ഏൽക്കുന്നുണ്ട്. പുനഃസംഘടന വരെ താൽക്കാലിക ചുമതലയാണ് എൻ ശക്തന് KPCC നേതൃത്വം നൽകിയിരിക്കുന്നത്. വിവാദമായ ഫോൺ സംഭാഷണത്തെ തുടർന്നാണ് പാലോട് രവി രാജിവെച്ചത്. ഇതിന്റെ പിന്നാലെയാണ് ഞാൻ പറഞ്ഞതുപോലെ എൻ ശക്തൻ DCC പ്രസിഡന്റായി ചുമതല ഏൽക്കുന്നതും. ഹാൻസോനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, ഒരു ഫോൺ സംഭാഷണത്തിൽ തട്ടി പാലോട് രവിക്ക് രാജിവെക്കേണ്ടി വന്നു. ആ ഫോൺ സംഭാഷണം പാർട്ടിയിലുണ്ടാക്കിയ ചലനങ്ങളൊന്നും ചെറുതല്ല. പലരെയും ഒന്നിപ്പിച്ച് നിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് എൻ ശക്തന് മുന്നിലുള്ള വലിയൊരു കടമ്പയും. എപ്പോഴാണ് ചുമതല ഏറ്റെടുക്കൽ? സേതു, ഇന്ന് രാവിലെ 12 മണിക്കാണ് ഇദ്ദേഹം എൻ ശക്തൻ ഔദ്യോഗികമായി DCC പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്നത്. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ പാലോട് രവി രാജിവെക്കാനുണ്ടായ സാഹചര്യം, ഫോൺ സംഭാഷണം പുറത്തു വന്നത്, അതുകൊണ്ട് തന്നെ എൻ ശക്തനെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നം ആദ്യം പ്രാഥമികമായി ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. കാരണം ചെറുതായിട്ടെങ്കിലും ഈ താഴെത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകരെ വലിയ രീതിയിൽ ഈ ഫോൺ സംഭാഷണ വിവാദം ബാധിച്ചിട്ടുണ്ട്. കാരണം ഈ പ്രവർത്തകരുടെ എല്ലാം തന്നെ മനോവീര്യം കെടുത്തുന്ന തരത്തിലേക്കൊക്കെ ഈ ഫോൺ സംഭാഷണം എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ഒരുമിച്ച് നിർത്താനായിരിക്കും എൻ ശക്തൻ പ്രധാനമായും ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നിരവധി പ്രശ്നങ്ങളുള്ള ഒരു DCC ആണ് തിരുവനന്തപുരം. ഈ മുൻകാലങ്ങളിലെല്ലാം തന്നെ സുപ്രധാനരായിട്ടുള്ള നേതാക്കളൊക്കെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമുണ്ടെങ്കിൽ ഈ നേതാക്കളോടൊക്കെ ചർച്ച നടത്തിയതിനു ശേഷം അവരെ തിരിച്ചു വിളിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ തിരിച്ചു വിളിക്കുക. അല്ലാത്ത പക്ഷം നിലവിലെ സഖ്യത്തെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതടക്കമുള്ള വലിയ പ്രശ്നങ്ങളാണ് എൻ ശക്തൻ നേരിടാൻ നിലനിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെ പരിഹരിക്കണം. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനു വേണ്ടത്തക്ക എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തണം. അതുകൂടാതെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വ്യാപക പ്രശ്നങ്ങൾ കോൺഗ്രസ് തന്നെ നിരത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവ പരിഹരിക്കണം. കാരണം ഓഗസ്റ്റ് 7 ഈ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നൽകുന്നതിനുള്ള സമയം അവസാനിപ്പിക്കും. അതുകൊണ്ട് തന്നെ പുതിയ DCC പ്രസിഡന്റ് വരുന്നതിന് മുന്നോടിയായി തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് എൻ ശക്തൻ നേരിടേണ്ടി വരിക. പക്ഷേ ഇതിനെല്ലാം തന്നെ ഒരു സമവായം കണ്ടെത്താൻ എൻ ശക്തന് കഴിയും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം അദ്ദേഹം ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, KPCCയുടെ വൈസ് പ്രസിഡന്റാണ്, മുൻ സ്പീക്കറാണ്, MLA ആണ്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പാഠവുമുള്ള നേതാവാണ് എൻ ശക്തൻ. അതുകൊണ്ട് തന്നെ വരുന്ന 2 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ പുതിയ അധ്യക്ഷൻ വരുന്നത് വരെ നമുക്ക് നോക്കാം എൻ ശക്തൻ ഇതിൽ അദ്ദേഹത്തിന്റെ ശക്തി തെളിയിക്കുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ അറിയാം. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ എൻ ശക്തന് നല്ല നേതൃപാഠവുമുള്ള നേതാവാണ്, മുൻ മന്ത്രിയാണ്, സ്പീക്കറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കാം ഇനി എങ്ങനെയായിരിക്കും എൻ ശക്തന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം DCCയിൽ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്ന്.